ഇതൊരു സമര ചരിത്രമല്ല. നീണ്ടകരയുടെ സമരത്തെപ്പറ്റി വിവരിക്കാൻ ഈ കുറഞ്ഞ മിനിറ്റുകൾ മതിയാവുകയുമില്ല. ശ്രീ ഫ്രാൻസിസ് കളത്തിങ്കൽ ജനറൽ കൺവീനറായിട്ടുള്ള പൊക്കാളി സംരക്ഷണ സമിതി കടന്നുവന്ന പ്രതിസന്ധികളിലൂടെയും തുടർന്നു വന്ന വിജയങ്ങളുടെയും ഒരു ചെറു പരാമർശം മാത്രം. ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കടന്നുവന്ന എല്ലാ മനുഷ്യസ്നേഹികളെയും, പൊക്കാളിയെ വിദൂരദേശങ്ങളിൽ പോലും സംസാര വിഷയമാക്കി തീർത്ത മാധ്യമ സുഹൃത്തുക്കളെയും ഈ ചരണത്തിൽ സ്മരിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യട്ടെ. പൂർവികർ അനുഭവ സമ്പത്തുകൊണ്ട് പരുവപ്പെടുത്തിയെടുത്ത കൃഷിരീതിയാണ് പൊക്കാളിപ്പാടത്തേത്. ഒരു നെല്ലും ഒരു മീനും എന്ന സമ്പ്രദായം പ്രകൃതിയെയും കൃഷികളെയും പരസ്പര പൂരകങ്ങളായി മാറ്റി. ലാഭക്കൊതി പൂണ്ട ചെമ്മീൻ കൃഷിക്കാർ മുതലാളിത്ത മനസ്ഥിതിയിലേക്ക് മാറി മുഴുവൻ സമയവും ചെമ്മീൻ കൃഷി ആരംഭിച്ചതോടെ പൊക്കാളിപ്പാടത്ത് സന്തുലിതാവസ്ഥ ആകെ തകിടം മറിഞ്ഞു. മുഴുവൻ സമയവും ഉപ്പുവെള്ളം പാടത്ത് നിറഞ്ഞു കിടന്നു. അതുവഴി സമീപമുള്ള കരപ്രദേശങ്ങളിലേക്ക് ഉപ്പ് വ്യാപിച്ചു. സ്വസ്ഥതയോടെ ജീവിക്കാൻ ഇനി ഇവിടെ സാധ്യമല്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് നീണ്ടകരയിൽ സമരങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത്. സാധാരണക്കാരന്റെ ജീവിത ദുരിതങ്ങളിൽ അന്തിമയങ്ങുമ്പോൾ ദുരിതങ്ങളെല്ലാം മറന്നൊന്ന് കിടന്നുറങ്ങാൻ അവനവന്റെ കൊച്ചു വീടേയുള്ളൂ. എന്നാൽ അതുപോലും ഉപ്പ് കയറി തെള്ളി നശിച്ച് അപകടാവസ്ഥയിലാകുമ്പോൾ എങ്ങനെ അവൻ ആശ്വസിക്കാനാകും? ഇവിടെ തുരന്നു നഷ്ടപ്പെടുന്നത് കേവലം ഒരു ഭിത്തി മാത്രമല്ല, ഇവിടത്തെ സാധാരണക്കാരന്റെ ജീവിതവും കൂടിയാണ്. ഇവിടത്തെ മരങ്ങളും ചെടികളും ഉണങ്ങി നശിക്കുന്നു. ഇവിടത്തെ കുളവും കിണറും ഉപ്പുവെള്ളം കയറി മലിനമാക്കുന്നു. ഇതെല്ലാം സഹിച്ച് മിണ്ടാതിരുന്നാൽ ഇവിടെ നാളെ ഒരു തലമുറയുണ്ടാവില്ല. നാടിന്റെ പൈതൃകമായ പൊക്കാളി ഉണ്ടാവില്ല. പ്രതികരിച്ചേ മതിയാവും. ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരുമുണ്ടായില്ല. മുഖ്യധാരാ രാഷ്ട്രീയക്കാർ എല്ലാവരും മൗനികളായി. നീണ്ടകരയിലെ റെസിഡൻസ് അസോസിയേഷനും ജനകീയ സമിതിയും സമരമുഖത്തേക്ക് വന്നു. നാടിന്റെ ഈ സമരത്തിൽ ജനകീയ പ്രതിരോധ സമിതിയുടെ പിന്തുണ ഞങ്ങളുടെ സമരവേഗങ്ങളെ വർദ്ധിപ്പിച്ചു. നമ്മുടെ സമരം ആരംഭിക്കുകയാണ്. സമൂഹത്തിലെ ഉന്നതരായ വ്യക്തിത്വങ്ങൾ ഞങ്ങൾക്ക് അനുഭാവവുമായി കടന്നു വന്നു. ജനകീയ പ്രസ്ഥാനമായിട്ട് ചർച്ചകളോ അതിലൊന്നും ജസ്റ്റിസ് സുകുമാരൻ അവർകളെ പോലുള്ളവർ കടന്നുവന്ന് നാടിന്റെ നൊമ്പരങ്ങളെ കണ്ടറിഞ്ഞു. അനേക സഹന സമരങ്ങളുടെ ഒടുവിൽ കളക്ടറേറ്റ് പടിക്കൽ നടന്ന ധർണയ്ക്ക് ശേഷം അന്നത്തെ ജില്ലാ കളക്ടർ പി വേണുഗോപാൽ നീണ്ടകര സന്ദർശിക്കുകയും കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 2013 മാർച്ച് 27 സർക്കാരിന്റെ ഒരു നെല്ല് ഒരു മീൻ എന്ന നയമനുസരിച്ച് മുഴുവൻ സമയ ചെമ്മീൻ കെട്ട് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി. തികച്ചും ന്യായയുക്തമായ ഉത്തരവ് പക്ഷേ നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഈ ഉത്തരവിനെതിരെ ചെമ്മീൻ മുതലാളിമാർ സ്റ്റേക്ക് പോവുകയും ഹൈക്കോടതിയുടെ വെക്കേഷൻ കോടതികളിൽ 3 വ്യത്യസ്ത ബെഞ്ചുകളിൽ നിന്നും തള്ളപ്പെടുകയും 4ാമത്തെ ബെഞ്ചിൽ നിന്ന് കളക്ടറുടെ ഉത്തരവിനെതിരെ സ്റ്റേ ലഭിക്കുകയും ചെയ്തു. ഇത് നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടിയ ഒരു ജനതയുടെ മേൽ വീണ കരിമ്പടമായി.
ഭാഗ്യവശാൽ നീണ്ടകലെ പുത്തൻകരിപ്പാടം കൃഷി ചെയ്യാനായി സമരസമിതിക്ക് വിട്ടു നൽകാൻ അതിന്റെ ഉടമസ്ഥർ തയ്യാറായത് വലിയൊരു മാറ്റത്തിനിടയാക്കി. പൊക്കാളി സംരക്ഷണ സമിതിയിൽ അംഗമായിട്ടുള്ള റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും 1,10,000 രൂപയും ജനകീയ സമിതിയിൽ നിന്നും ലഭിച്ച 75,000 രൂപയും ചേർത്ത് വെച്ചാണ് കൃഷിക്ക് വേണ്ട പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. റെസിഡൻസ് അസോസിയേഷൻ നൽകിയ 1,00,000 രൂപ പലിശരഹിത വായ്പയായിരുന്നു. ഈ വായ്പ സമയബന്ധിതമായി ലഭിക്കുന്നതിന് പി വേണുഗോപാലിന് ശേഷം കടന്നുവന്ന എൻ പത്മകുമാർ കളക്ടർ നടത്തിയ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ്. കൃഷിയെയും കർഷകനെയും ഇവിടത്തെ പൊക്കാളിയെയും അദ്ദേഹം ഏറെ സഹായിച്ചു. അദ്ദേഹത്തിന്റെ ഇടപെടൽ ഞങ്ങൾക്ക് കൂടുതൽ കരുത്തു പകർന്നു. പലപ്പോഴും കൃഷിപ്പണികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയാതെ വന്നപ്പോൾ അനേകം മനുഷ്യസ്നേഹികളിൽ നിന്നും കടമായും പൊക്കാളി ബോണ്ടുകളായും ലഭിച്ച പണമാണ് പ്രതിസന്ധികളെ മറികടക്കാൻ ഞങ്ങളെ സഹായിച്ചത്. പാടത്ത് വിതയ്ക്കാനുള്ള വിത്ത് പോലും സമരസമിതി പുറത്തുനിന്നും അധിക വില കൊടുത്ത് വാങ്ങേണ്ടി വന്നു. കൃഷി ഓഫീസിന് വിത്ത് തരാനോ വിത്ത് എവിടെ നിന്ന് കിട്ടുമെന്ന് പറയുവാൻ പോലുമോ കഴിഞ്ഞില്ല എന്നത് വിരോധാഭാസമായി തോന്നി. പാടത്തെ വെള്ളം വറ്റിക്കാൻ വെച്ച മോട്ടോറിന് വൈദ്യുതി ലഭിക്കാൻ സമരസമിതിക്ക് ഒത്തിരി കടമ്പകൾ കടക്കേണ്ടി വന്നു. കർഷകനെ എങ്ങനെയെല്ലാം നിരുത്സാഹപ്പെടുത്താമോ, അവന്റെ ഉത്സാഹത്തെ എങ്ങനെയെല്ലാം കെടുത്തിക്കളയാമോ, അതെല്ലാം വിവിധ വകുപ്പുകളിലൂടെ താഴെത്തട്ടിലെ ചില ഉദ്യോഗസ്ഥരിലൂടെ ഞങ്ങൾ അനുഭവിച്ചു. മോട്ടോർ കണക്ഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുമ്പോൾ KSEBയിലെ ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചത്, നിങ്ങൾക്കിതിന്റെ ആവശ്യം എന്താ? ഇത് സർക്കാരിന്റെ സബ്സിഡി വാങ്ങിച്ചെടുക്കാനുള്ള നിങ്ങളുടെ നാടകമല്ലേ എന്നാണ്. അദ്ദേഹത്തോട് തിരിഞ്ഞു നിന്ന് മറുപടി പറയാൻ ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല, വാക്കുകൾ കൊണ്ടുള്ള മറുപടിയേക്കാൾ കൃഷി ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള മറുപടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സർക്കാരിന്റെ സബ്സിഡിയോ ആനുകൂല്യങ്ങളോ അല്ല ഞങ്ങളുടെ ലക്ഷ്യം. വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ, മുൻപ് പറഞ്ഞതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വിശക്കുമ്പോൾ കയ്യും കഴുകി തീൻമേശയ്ക്ക് മുൻപിൽ വന്നിരിക്കുമ്പോൾ കൺമുൻപിൽ ഒരു പിടി ചോറുണ്ടാവാൻ പാവം കർഷകൻ എത്രയോ നിന്ദയും അപമാനവും സഹിച്ച് ഇത് ചെയ്യണമെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ്. ഏതായാലും വൈകി മാത്രം പൊക്കാളി സമരസമിതിക്ക് കിട്ടിയ പൊക്കാളിപ്പാടത്ത് എല്ലാം വൈകി. വെള്ളമടിച്ചു വറ്റിക്കുന്നത്, വിതയ്ക്കുന്നത് തുടങ്ങിയ എല്ലാ കൃഷിപ്പണികളും കാലം തെറ്റിയാണ് ചെയ്യേണ്ടി വന്നത്. അപ്പോഴെല്ലാം ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നത് ബഹുമാനപ്പെട്ട എൻ പത്മകുമാർ കളക്ടറും ജസ്റ്റിസ് ശ്രീ സുകുമാരൻ സാറും, വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ വി ശ്രീകുമാർ സാറും, കുമരകം നെല്ല് ഗവേഷണ കേന്ദ്രം റിട്ടയർഡ് ഡയറക്ടർ ഡോക്ടർ KG പത്മകുമാർ സാറും തുടങ്ങിയ ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങളായിരുന്നു. പ്രകൃതി നൽകിയ പ്രതിസന്ധിയും വിവിധ വകുപ്പുകൾ നൽകിയ പ്രതിസന്ധിയും അതിജീവിച്ച് 30/6/2013 വിത ഉദ്ഘാടനം ജില്ലാ കളക്ടർ നടത്തുന്നു. കറണ്ട് കണക്ഷൻ കിട്ടിയിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിരുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ പാടത്തെ വെള്ളം വറ്റിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൂടാതെ കനത്ത മഴ പമ്പ് ചെയ്യുന്ന വെള്ളത്തേക്കാൾ അധികം പാടത്ത് സംഭരിക്കപ്പെടാനിടയാക്കി. ചെളി കോരിക്കൂട്ടി അതിന്മേലാണ് വിത ഉദ്ഘാടനം നടത്തിയത്. ഈ യോഗത്തിൽ ജസ്റ്റിസ് സുകുമാരൻ, KG പത്മകുമാർ സാർ, കവി ചന്ദ്രൂർ ദിവാകരൻ, കൃഷി ഓഫീസർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. വിത ഉദ്ഘാടനം കഴിഞ്ഞ 13 ദിവസങ്ങൾക്ക് ശേഷം 14/7/2013 ഞായറാഴ്ച വിത ആരംഭിച്ചു. ശക്തമായി തോരാതെ പെയ്ത മഴ ഉദ്ഘാടനത്തിന് ശേഷം വിത തുടരാൻ താമസം വരുത്തി. തുടർന്നും മഴയുടെ ആധിക്യം വിതയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. എങ്കിലും 17 ദിവസങ്ങളിൽ പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെ 140 ഏക്കറിലും വിത പൂർത്തീകരിക്കാനായി. യഥാർത്ഥത്തിൽ പൊക്കാളി കൃഷി ചെയ്തു തുടങ്ങേണ്ട സമയത്തിന് 1 മാസം പിന്നിട്ട ശേഷമാണ് സമരസമിതിക്ക് കൃഷിനിലം വിട്ടുകിട്ടുന്നത്. കർക്കിടകത്തിലാണ് ഞാറ്റുവേല ചെയ്യേണ്ടിയിരുന്നത്. വൈകിയ ദിവസങ്ങൾക്കനുസരിച്ച് ഞാറ്റുവേലയും വൈകിക്കേണ്ടി വന്നു. അങ്ങനെ 15/8/2013 ഞാറ്റുവേല ആരംഭിച്ചു. ഞാറ്റുവേല നടക്കുന്ന ദിവസങ്ങളിൽ തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ നിന്നും ചേർത്തല SNGMൽ നിന്നും സെന്റ് മൈക്കിൾസിൽ നിന്നും കുട്ടികൾ വന്ന് ഞാറ്റുവേലയിൽ തങ്ങൾക്കാവുന്നത് ചെയ്തുകൊണ്ട് സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കൂടാതെ ചങ്ങരം ഗവൺമെന്റ് സ്കൂളിൽ നിന്നും ശ്രീനാരായണപുരം LP സ്കൂളിൽ നിന്നും അധ്യാപകർ തങ്ങളുടെ കുട്ടികളുമായി പൊക്കാളിപ്പാടത്ത് കടന്നുവരികയും പൊക്കാളിയെപ്പറ്റിയുള്ള അറിവ് അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. 17 ദിവസങ്ങൾ കൊണ്ട് 1000-ൽ പരം തൊഴിൽ ദിനങ്ങൾ നൽകിക്കൊണ്ട് ഓഗസ്റ്റ് 30 ഞാറ്റുവേല അവസാനിച്ചു. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും അനേകം വിദഗ്ധർ നെൽപ്പാടം സന്ദർശിച്ചു.
ജില്ലാ കളക്ടർ ശ്രീ എൻ പത്മകുമാർ തന്റെ മൊസൂറിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് വീണ്ടും സ്ഥലം സന്ദർശിക്കുകയും ആശംസകൾ നേരുകയും സർവ്വസഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തരുന്നതായിരിക്കും. അത് കാരണം ഒരു കാരണവശാലും ഇതൊരു നഷ്ടമാവുമെന്ന് നിങ്ങൾക്കൊരു ഭീതി വേണ്ട. ഒരുപിടി പ്രതിസന്ധികളെ മറികടന്ന് നാടിനെ ഹരിതാഭമണിയിച്ചുകൊണ്ട് പൊക്കാളി നെൽച്ചെടികൾ നെന്മണികളുമായി നിൽക്കും. ഔദ്യോഗികമായി കൊയ്ത്ത് ആരംഭിക്കുന്നത് 3/11/2013 ചെങ്ങറയുടെ സമരനായകൻ ലാഹഗോപാലൻ ഉദ്ഘാടനം ചെയ്ത കൊയ്ത്തുത്സവത്തോടു കൂടിയാണ്. കൊയ്ത്ത് തുടരുമ്പോൾ പൊക്കാളിപ്പാടത്തിന്റെ ഓരം ചേർന്ന് 4/1/2013 മുതൽ പൊക്കാളി എക്സിബിഷൻ സംഘടിപ്പിക്കപ്പെട്ടു. കേരള ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി മധുസൂദനക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്ത എക്സിബിഷൻ കൃഷിയെയും കൃഷിയുടെ ഉത്ഭവത്തെയും അതിൽ പൊക്കാളിയുടെ സവിശേഷതകളെയും പറ്റി പൊതുജനത്തിന് പുതിയ അറിവുകൾ പകർന്നു നൽകി. നീണ്ടകരുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു എക്സിബിഷൻ നടന്നത്. ചിത്രരചനയും കവിസദസ്സും നാടകാവതരണവും പ്രഭാഷണങ്ങളുമായി കലയുടെയും അറിവിന്റെയും സന്ധ്യകളും ഈ എക്സിബിഷനിലൂടെ പകർന്നു കിട്ടി. പാടം പൂത്തല്ല പൂങ്കതിരും നിറഞ്ഞല്ല ആടിമാസം കഴിഞ്ഞാവണി പെണ്ണാള് കന്നിപ്പാടം കൊയ്തല്ല പുഞ്ചപ്പാടം പൂത്തല്ല. ഞാൻ നോക്കുന്നത് ആരുടെയും ഭാര്യയും സഹോദരിയും അല്ലാതെ ഈ അബ്സ്ട്രാക്ട് വകുപ്പിൽ പെടാത്ത സമൂർത്തമായ സ്ത്രൈണ സൗന്ദര്യം ഇവിടെ കാണും. ഇതിനിടയിൽ കൂലി കൊടുക്കാൻ പണമില്ലാതെ കൊയ്ത്ത് നിർത്തിവെക്കേണ്ട ഒരവസ്ഥയിൽ പഞ്ചായത്ത് പടിക്കലേക്ക് പൊക്കാളി സംരക്ഷണ സമിതി പ്രവർത്തകർ മാർച്ച് നടത്തി. കർഷകന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഫണ്ടുകൾ സമയാസമയങ്ങൾ നൽകിയാൽ കൃഷിരംഗം ഏറെ മെച്ചപ്പെടും. വിത്തിന്റെ പണം കൊയ്ത്ത് കഴിഞ്ഞേ നൽകൂ എന്ന ചട്ടം എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാകുന്നില്ല. ചെമ്മീൻ മുതലാളിക്ക് മുൻകൂർ ചെമ്മീൻ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ സർക്കാർ ഏജൻസികൾ കാണിക്കുന്ന വ്യഗ്രത പക്ഷേ പാവം കർഷകനോടില്ലാത്തത് എന്താണ്? നിലമൊരുക്കലിനും വിതയ്ക്കും ഒരു ആനുകൂല്യവും ഇവിടെ ലഭിച്ചില്ല. എന്നാൽ ഈ ജോലികളെല്ലാം സമരസമിതി കൂലി കൊടുത്തും സംഘടനയിലെ മുൻനിരക്കാർ സന്നദ്ധ സേവനം ചെയ്തുമാണ് പൂർത്തിയാക്കിയത്. വിത്ത് വാങ്ങാൻ ചിലവായതും നിലമൊരുക്കലിനും വിതയ്ക്കും മറ്റനുബന്ധ പ്രവൃത്തികൾക്കുമായി ചിലവായ തുകയും ഞാറ്റുവേലയ്ക്ക് മാത്രം 2.5 ലക്ഷം രൂപയോളം ചിലവായതും എല്ലാം ചേർത്ത് സമരസമിതി അധിക ബാധ്യതയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഞാറ്റുവേല പകുതി കഴിയുമ്പോഴേക്ക് 1 ലക്ഷം രൂപ സ്പെഷ്യാലിറ്റി റൈസിന്റെ പേരിൽ കൃഷി വകുപ്പ് നൽകുന്നത്. ഇത്തരത്തിലൊരു സമീപനം പൊക്കാളി കർഷകനോടുണ്ടാകുന്നത് ഒരു തരത്തിലും നാടിന് അനുഗുണമാകില്ല. കൃഷിയാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനം. മാർച്ചിന് ശേഷം കൃഷി ഡയറക്ടർ ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, സമരവും കൃഷിയും രണ്ടും രണ്ടാണ്. എല്ലാത്തിനും അതിന്റേതായ നിയമങ്ങളുണ്ട്. നിയമമനുസരിച്ചേ ഫണ്ട് തരികയുള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷം കൃഷി ചെയ്തയാളാണ്. ഇപ്പോഴും എനിക്കതിന്റെ ഫണ്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കൃഷി ചെയ്യാത്തത്. അതായത് സാമ്പത്തിക അവിടെ നഷ്ടം, ബുദ്ധിമുട്ട്, സാമ്പത്തിക നഷ്ടം കൊണ്ടാണ് അവർക്ക് മുതലാകുന്നില്ല. കുറുന്തോട്ടിക്കും വാദമോ എന്ന് ചോദിക്കാതെ എന്തു ചെയ്യാൻ? സർക്കാർ നടപടികൾ ഇത്തരത്തിലാകുന്നത് ആരെ സംരക്ഷിക്കാനാണ് എന്ന് സാധാരണക്കാർ ചോദിച്ചു പോകുന്നത് ഇവിടെയാണ്. സമരത്തെ തുടർന്ന് തരിശിന് സബ്സിഡി ഇനത്തിൽ 20 ഹെക്ടറിന് 6 ലക്ഷം രൂപ അനുവദിക്കുകയും 12/11/2013 അതിന്റെ ആദ്യത്തെ വിഹിതമായ 60,000 രൂപയുടെ ചെക്ക് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി നൽകുകയുമുണ്ടായി. പണം കിട്ടിയതിനെ തുടർന്ന് കൊയ്ത്ത് പുനരാരംഭിക്കുകയും സമയബന്ധിതമായി കൂടുതൽ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് 20/11/2013 പൂർത്തീകരിക്കുകയും ചെയ്തു. ഇതോടെ പൊക്കാളിപ്പാടത്ത് കൊയ്യാൻ തൊഴിലാളികളെ കിട്ടില്ല എന്ന ചെമ്മീൻ ലോബിയുടെ പ്രചാരണം ദുരുദ്ദേശപരമാണെന്ന് തെളിയിക്കപ്പെട്ടു. കേരള കാർഷിക സർവകലാശാലയുടെ മേൽനോട്ടത്തിൽ കോട്ടയം
കേളചന്ദ്ര എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിർമ്മിച്ച പൊക്കാളി കൊയ്ത്ത് യന്ത്രത്തിന്റെ ട്രയൽ റൺ കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ടി രാജേന്ദ്രൻ പുത്തങ്കരിപ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു. കൃഷി ലോകത്തെല്ലായിടത്തും യന്ത്രവൽകൃതമായപ്പോഴും പൊക്കാളിപ്പാടത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഉഴവ് യന്ത്രമോ കൊയ്ത്ത് യന്ത്രമോ ഇക്കാലം അത്രയും നിർമ്മിക്കാൻ നമുക്ക് കഴിയാതെ പോയത് അതിനുവേണ്ട ഇച്ഛാശക്തിയില്ലായ്മ കൊണ്ട് മാത്രമാണ്. നക്ഷത്രങ്ങളിൽ കൂടുകൂട്ടാൻ കഴിയുന്ന മനുഷ്യന് പൊക്കാളിപ്പാടത്തിന് അനുയോജ്യമായ യന്ത്രങ്ങൾ നിർമ്മിക്കുക എന്നത് എത്രയോ നിസ്സാരമായിരിക്കും. ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ഈ യന്ത്രത്തിന്റെ ചെറിയ ചില അപാകതകൾ പരിഹരിച്ച് അടുത്ത വിളവെടുപ്പ് സീസണിൽ ഇതേ പുത്തങ്കരിപ്പാടത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൃഷിയുടെ അവസാന ഘട്ടമായ കൊയ്ത്തും മെതിയും നെല്ലുണക്കുന്നതുമായ ജോലികൾ 30/11/2013 പൂർത്തിയാകുമ്പോൾ നീണ്ടകരയുടെ മണ്ണിൽ പൊക്കാളി നെൽച്ചെടി വിളയിച്ചത് അതിലെ നെൽമണികൾ മാത്രമല്ല, 3000-ലധികം തൊഴിൽ ദിനങ്ങൾ കൂടിയാണ്. 8 ലക്ഷത്തിലേറെ രൂപ ഇതുവഴി നീണ്ടകരയിലും പരിസര ഗ്രാമങ്ങളിലുമായി എത്തപ്പെട്ടു. ഇതിനുപരി മത്സ്യത്തൊഴിലാളികൾക്കും കൃഷിക്ക് വേണ്ട അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കും മറ്റനേകം തൊഴിലവസരങ്ങളുമുണ്ടായി. ഇവിടത്തെ ജനത്തിന്റെ കൈകളിൽ എത്തപ്പെട്ട പണം ചിലവഴിക്കപ്പെടുന്നത് ഇവിടത്തെ പലചരക്ക് കടയിലും, ഇവിടത്തെ ചായക്കടയിലും, ഇവിടത്തെ ഓട്ടോറിക്ഷക്കാരനും, ഇവിടത്തെ നെല്ലുകുത്തു മില്ലുകാരനുമാണ്. ഈ പണം ഈ നാടിന്റെ പ്രാദേശിക സമ്പദ്ഘടനയാണ് ഉത്തേജിപ്പിക്കുന്നത്. എന്നാൽ ഒരു ചെമ്മീൻ മുതലാളിക്ക് ഇതോ ഇതിലധികമോ പണം ചെമ്മീൻ വളർത്തലിലൂടെ കിട്ടിയാലും ആ പണം ഏതോ ബാങ്കിൽ കുമിഞ്ഞുകൂടാമെന്നല്ലാതെ ഈ നാട്ടിലെ പലചരക്കുകാരനോ ചായക്കടക്കാരനോ ഓട്ടോറിക്ഷക്കാരനോ ഇവിടത്തെ സാധാരണ തൊഴിലാളിക്കോ അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും കിട്ടില്ല. പച്ചക്കറി കൃഷിയും കന്നുകാലി വളർത്തലും താറാവ് വളർത്തലുമായി മറ്റനേകം തൊഴിലവസരങ്ങളും ഇന്നാട്ടുകാർക്ക് ഇതുവഴി ലഭിക്കുന്നു. ഇതിനെല്ലാം ഉപരി കൃഷി നടക്കുന്ന കാലയളവിൽ പൊക്കാളിപ്പാടം ഒരു ശുദ്ധജല സംഭരണിയായിക്കൊണ്ട് 1 ഹെക്ടർ നെൽകൃഷിപ്പാടം 1 ലക്ഷം ലിറ്റർ ശുദ്ധജലമാണ് ഭൂഗർഭത്തിലേക്ക് അരിച്ചിറക്കുന്നത്. അതുവഴി ഭൂഗർഭജലം ശേഖരിക്കപ്പെടുന്നത് കൂടാതെ സമീപകരകളിൽ ഉപ്പിന്റെ അംശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് കുളങ്ങളും കിണറുകളും ശുദ്ധീകരിക്കപ്പെടുന്നു. കൂടാതെ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയിൽ ഈ നാടിനാവുന്ന ഒരു ചെറു പങ്ക് കൂടിയാവുന്നു പൊക്കാളി കൃഷി. ഇന്ന് കൃഷി തിരിച്ചു വരുന്നതിലൂടെ ഉപ്പുവെള്ളത്തിന് സാന്നിധ്യം മാറിയപ്പോൾ നിരവധി സസ്യജാലങ്ങൾ വളർന്നു വരികയും അന്തരീക്ഷത്തിൽ ജീവവായുവിന്റെ അളവ് കൂടുകയും ചെയ്തു. പ്രകൃതിയും മനുഷ്യനും ഒരേപോലെ തകർച്ചയിൽ നിന്നും ഉണരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഈ സന്തോഷവേളയിൽ ഇതിന് സർവ്വ പിന്തുണയും തന്ന നിങ്ങൾക്കേവർക്കും പൊക്കാളി സംരക്ഷണ സമരസമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.